നമ്മുടെ കോഴിക്കോട് ലഞ്ച് സ്പോട്ടിന് ഒരു പഞ്ഞമില്ലാനുള്ള അറിയാലോ, അതിലേക്ക് പറ്റിയൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആ ചേട്ടൻ്റെ ഊണുപുര. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, പിന്നെ ഒരു ലൈക്ക് അടിച്ചേക്കിന്, ഇഷ്ടപ്പെട്ടില്ലേ അൺലൈക്ക് അടിച്ചാൽ മതി. ആ റെസ്പോൺസ് ഒന്ന് അറിയാൻ ഒരു 100 ലൈക്കെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും വാഴയില തന്നെയാണ് ചോറൊക്കെ വിളവ്, നല്ല ചൂട് ചോറ് തിന്ന് ബാക്കി നോക്കാം. അപ്പം ആദ്യം വന്നത് സാമ്പാറാണ്. ഇനിയിപ്പോൾ ഉപ്പേരി സൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ മുതിരേൻ്റെ, പിന്നെ ഒരു പച്ചടി വന്നിട്ടുണ്ട്, അച്ചാർ വന്നിട്ടുണ്ട്, ഇനി മീൻകറി വരാനുണ്ട്. ഇതാ നല്ല തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി. ഇവിടെ സാമ്പാർ ആഴ്ചയിൽ 3 ദിവസം സാമ്പാർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ തിങ്കളാഴ്ച, പിന്നെ ബുധനാഴ്ച, വെള്ളിയാഴ്ച. ഇപ്പം ഞാനൊരു ദിവസം വെള്ളിയാഴ്ചയാണ് കഴിക്കുന്നത്. നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നല്ല ഫ്ലേവറൊക്കെ ഉള്ള സാമ്പാർ കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം മീൻ പൊരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മീൻ പൊരിച്ചതിനൊക്കെ ഒരു പ്രത്യേകത, ഞാൻ കുറേ നേരം അതിങ്ങനെ നോക്കിയിരുന്നു. ആദ്യം മീനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു മസാല, അതായത് തേങ്ങ, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ചതച്ച സാധനം. ഇതൊക്കെ വെളിച്ചെണ്ണയിലോട്ടാണ് മീൻ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക്, ആ മീനൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഒരു മസാലയും കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ട്, ശരിക്കും ഫിഷ് ഫ്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഫിഷ് മസാല എന്നൊക്കെ പറയാൻ പറ്റുന്ന ലെവലിലാണ് നമുക്ക് തരിക. എനിക്ക് തോന്നുന്നു തക്കാളി, ഉള്ളി അങ്ങനത്തെയൊക്കെ സാധനമൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അതിങ്ങനെ അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് അതും കൂടി ഒന്ന് വെന്തിട്ടാണ് ഇങ്ങോട്ട് തരുന്നത്. ശരിക്കൊരു ഫിഷ് മസാല കണ്ടില്ലേ. കഷ്ണം മീനൊക്കെ അധികം റേറ്റിലിട്ട്, അതാണ് എനിക്ക് കൂടുതലായിട്ട് ഒരു ഇഷ്ടപ്പെട്ടത്. റേറ്റൊക്കെ അവസാനം കാണിച്ചു തരാം. ഇത് നോർമൽ റേറ്റ്, അല്ലാണ്ട് 200, 300 അങ്ങനത്തെ കളികളൊന്നുമില്ല. കണ്ടില്ലേ. അപ്പോൾ ഞാൻ വാങ്ങിയത് സ്രാവിൻ്റെ ഒരു പീസാട്ടോ. അല്ല ആ മസാല ഉണ്ട് അതിൻ്റെ മുകളിൽ വരുന്ന നല്ല വെളിച്ചെണ്ണയിൽ അതൊന്ന് കൂട്ടി കഴിച്ചു പോട്ടെ. അത് ചോറിൻ്റെ കൂടെ. ശരിക്കും ഇത് കറിയൊന്നും ആവശ്യമില്ലാണ്ട് ഇത് ഉണ്ടാകുമ്പോൾ കറീൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മൾ വിചാരിച്ചത്ര എരിവൊന്നുമില്ല കേട്ടോ. ആ തക്കാളിൻ്റെ ഒരു പേസ്റ്റ് അല്ലേ. ഇനി ഒരു കഷ്ണം സ്രാവ് എടുത്തു പോകട്ടെ. സ്രാവ് പൊരിച്ചത് അധികം അങ്ങനെ കാണാറില്ലല്ലോ. അത് ചോറിൻ്റെ കൂടെ കൂട്ടി ഫ്രഷ് മീനാട്ടോ, കുഴപ്പമില്ല. നല്ല ചൂടോടുകൂടി ഒന്നായിട്ട് പൊരിച്ചൊന്നും നോക്കില്ല, കുറേശ്ശെ എങ്ങനെ പൊരിക്കുന്നുള്ളൂ. ആ ഒരു മീൻ എപ്പോഴും ടേസ്റ്റ് അല്ലേ. അടുത്ത് ചോറിലേക്ക് ഇങ്ങോട്ട് വെച്ചാൽ മസാല അടക്കം അടിക്കാനല്ലേ. നല്ല മസാല, നല്ല ചൂടാണ് കേട്ടോ അല്ലേ. അതിങ്ങനെ എടുത്ത് നമ്മൾ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് സെറ്റ്. സാധനം എന്തായാലും അടിപൊളി. പിന്നെ മീൻ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ സ്പെഷ്യൽ സാധനമല്ല, നമ്മളെ ചിക്കൻ്റെ ലിവർ പൊരിച്ച് അതും കിട്ടുന്നുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഉണ്ട്. പിന്നെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ എന്താ സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ 100 മാത്രമേ കഴിച്ചുള്ളൂ, കിച്ചണിലേക്കൊന്നും കയറിയിട്ടില്ല. റേറ്റ് ഉണ്ടോ ചിക്കൻ ലിവറിനൊക്കെ 60 റുപ്യ, മീൻ ഒരു 70, 100, സ്രാവ് 100, ആ റേഞ്ചിലുള്ളൂ കേട്ടോ കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ലൊരു ഉച്ചയൂണ് തന്നെ കേട്ടോ. പപ്പടവും നല്ല ആ മീൻകറി എടുത്ത് പറയാൻ കേട്ടോ. നല്ലൊരു തേങ്ങ അരച്ചിട്ടുള്ള മീൻ ചാറ്, അത് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പൊരിച്ച മീനും എല്ലാവരും പൊരിച്ച മീൻ വേണ്ട. ഒന്നാമത് റേറ്റ് കുറവ്, തന്നെ നല്ല ടേസ്റ്റ്, ആ ഒരു മസാലയൊക്കെ ആയിട്ട്. അപ്പം സംഭവം എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കഴിച്ചുകൊണ്ട് തീർത്താൾ കേട്ടോ. ബാക്കി എന്നിട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ പല ഹോട്ടലും കണ്ടില്ലേ, മോര് ഒരു ജഗ്ഗിൽ മോര് നിറച്ചിട്ടുണ്ടോ, അതിന് ഏതെങ്കിലും ഒരു മൂലയിലുള്ള ടേബിളുകൾ കൊണ്ടുവെക്കും. എല്ലാവരും എടുക്കാതിരിക്കാനൊരു വൈകുന്നേരം വരെ ആ കുപ്പി മോര് അങ്ങനെ തന്നെ. ഇവിടെ അതല്ല, എല്ലാ ടേബിളിൻ്റെ മുകളിലും മോരുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. പല ഹോട്ടലുകാരും പല പരിപാടിയാണല്ലോ, ഒരു കുപ്പി മോരും കലക്കും, അത് വൈകുന്നേരം വരെ അതിങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കും. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ടേബിളുകൾ വെച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ളവർ ചോദിച്ചെടുക്കാനുള്ള ഒരു മൈൻഡിൽ. ഇവിടെ അങ്ങനെയല്ല, എല്ലാ ടേബിളിലും സാധനം കണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കഴിച്ചതിന് 100 രൂപ, മീൻ പൊരിച്ചത് 50 രൂപ, ഊണ് കേട്ടോ 150 രൂപയ്ക്ക് നല്ല ഫുഡ്. അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മൾ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ നിന്ന് വരുന്ന അശോകപുരം ജംഗ്ഷനാണ് കേട്ടോ. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ അടുത്തുള്ള റോഡില്ലേ, ആ റോഡിന് അങ്ങോട്ട് കയറി അവിടെ ബോർഡ് ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത് അത്ര ദൂരമേ ഉള്ളൂ. അവിടെ കാണാം അജിയേട്ടൻ്റെ ഊടും, ആ ബോർഡ് കാണാം. അവിടെ നേരെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയാൽ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി മാത്രമല്ല കേട്ടോ, വേറെ ഒന്നുമില്ല. ചോറ്, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം.